ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ബാറിൻ്റെ ഉപയോഗം. സൈൻ ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സൈൻ ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ്. സോ അതിന് ആൻസർ ഏതാണ്? ടാപ്പർ ജോബിൻ്റെ ആംഗിൾ അളക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തിനാണ് സൈൻ ബാർ ഉപയോഗിക്കുന്നത്? ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെർണിയർ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ ആകൃതി. ബിവൽ പ്രൊട്രാക്ടറിൻ്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എത്രയാണ് ബിവൽ പ്രൊട്രാക്ടറിൻ്റെ? 5 മിനിറ്റ്സ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ ഫെറസ് ലോഹങ്ങൾ ഹോണിങ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന അബ്രസീവ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിന് ഉത്തരം ഏതാണ്? സിലിക്കൺ കാർബൈഡ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് പൈപ്പ് ഫിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ത്രെഡ്. നമ്മുടെ സാധാരണ പൈപ്പുകൾ ഉപയോഗിക്കുന്ന ത്രെഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം BSP ത്രെഡാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴത്തെ 4 ഓപ്ഷനിൽ ഈ റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് വെച്ചാൽ റാക്ക് ആൻഡ് പിനിയനാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൈക്രോൺ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഒരു മൈക്രോൺ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 0.001 mm ആണ് ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലോട്ടുകളുടെ വീതി അളക്കുന്നതിനുള്ള കാലിപ്പർ. അതായത് നമ്മുടെ ഇങ്ങനെ 2 സ്ലോട്ടാണ് വയ്ക്കുക. ഈ സ്ലോട്ടിൻ്റെ ഈ വീതി അളക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണ്? ഇൻസൈഡ് കാലിപ്പറാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ ഡാഷ്. സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്യൂബുകൾ മുറിക്കുന്നതിന് അനുയോജ്യമായ ഹാക്സോ ബ്ലേഡിൻ്റെ പിച്ച്. ശരിയായ ഉത്തരം 0.8 മില്ലിമീറ്റർ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാമറിൻ്റെ ഹാൻഡിൽ ഉറപ്പിക്കുന്ന ഭാഗം. ഹാമറിൻ്റെ ഹാൻഡിൽ ഉറപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പേര് ഐ ഹോൾ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാപ്പർ ഷങ്ക് ഡ്രില്ലുകൾ മെഷീനിൽ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഡാഷ്. ടാപ്പർ ഷങ്ക് മെഷീൻ ഉപയോഗിക്കുന്നത് എങ്ങനെ? സ്ലീവാണ് അതിന് ഉപയോഗിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കട്ടിംഗ് ടൂൾ ഒരു റൊട്ടേഷനിൽ വർക്കിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ദൂരം. അതിനെ പറയുന്ന പേര് ഫീഡ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ള ലോഹം. ശരിയായ ഉത്തരം ടങ്സ്റ്റൺ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 121 ഡിഗ്രി. ഡി ആണ് കറക്റ്റ് ആൻസർ. ജനറൽ കട്ടിംഗ് പ്രോസസ്സിൽ സോല്യൂബിൾ ഓയിലും ജലവും തമ്മിലുള്ള അനുപാതം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് സോല്യൂബിൾ ഓയിലും ജലവും തമ്മിലുള്ള അനുപാതം ഓയിൽ 1:20 ആണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെർണിയർ കാലിബറിൻ്റെ ആകൃതി അതായത് ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനുത്തരം 0.02 mm. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോമീറ്ററിൽ റാച്ചറ്റ് സ്റ്റോപ്പിൻ്റെ ഉപയോഗം. റാച്ചറ്റ് സ്റ്റോപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രോപ്പർ പ്രഷർ ലഭിക്കാമാണ്. സ്പിൻഡിലിന് യൂണിഫോം പ്രഷർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൗണ്ടർ ബോറിങ് ചെയ്യുന്നത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. കൗണ്ടർ ബോർ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹോളിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ വ്യാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് ഹോളിൻ്റെ നിശ്ചിത അളവിലെ ആഴത്തിലെ വ്യാസം കൂട്ടുന്നതിന് വേണ്ടി കൗണ്ടർ ബോറിങ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ ബോൾട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കറക്റ്റ് ബോറിനകത്ത് സെറ്റായി നിൽക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെട്രിക് ത്രെഡിൻ്റെ ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മെട്രിക് ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 60 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാപ്പിങ്ങിനുള്ള ഹോളിൻ്റെ അളവ് കാണാനുള്ള സമവാക്യം. അതിൻ്റെ ഉത്തരം മേജർ ഡയാമീറ്റർ -2 × ഡെപ്ത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീമിങ്ങിലുള്ള ഡ്രില്ലിങ്ങിൻ്റെ അളവ് കാണുന്നത്. അത് റീം ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രില്ലുണ്ടല്ലോ, അതിന് അളവ് കാണാനുള്ള ഫോർമുല എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. റീമർ സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ ഡയാമീറ്ററുള്ള വർക്കുകൾ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വൈസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചെറിയ പിൻ വൈസാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഫസ് പ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന കാസ്റ്റ് അയൺ അല്ലാത്ത മെറ്റീരിയൽ ഏത്? അതിൻ്റെ ഉത്തരം ഗ്രാനൈറ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഫസ് റഫ്നെസ് ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നമ്പർ. സർഫസ് റഫ്നെസ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രേഡ് ചെയ്യുന്ന നമ്പർ എത്ര മുതൽ ഏത് വരയ്ക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. N1 മുതൽ N12 വരയ്ക്ക്.
ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോ ആൻഡ് നോ ഗോ പ്രിൻസിപ്പൾ ഉപയോഗിക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻറ്റിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ഇൻസ്ട്രുമെൻറ്റിനാണെന്ന് വെച്ചാൽ ലിമിറ്റ് ഗേജിനാണ് ഗോ ആൻഡ് നോ ഗോ യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളെ അടിച്ചു പരത്താവുന്ന സ്വഭാവ ഗുണം, അതായത് ലോഹങ്ങളെ അടിച്ചു പരത്തുന്ന സ്വഭാവ ഗുണം നമ്മൾ എന്താ പറയുക, മാലബിലിറ്റി എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉപയോഗം. ബ്ലാസ്റ്റ് ഫർണസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ് അയൺ ഉൽപ്പാദിപ്പിക്കാനാണ് ബ്ലാസ്റ്റ് ഫർണസ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ഈ ബ്ലാസ്റ്റ് ഫർണസ് കുപ്പോള ഫർണസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, കാസ്റ്റ് അയൺ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ്. പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ എത്ര വരെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 0.01 മുതൽ 1.4% വരെ കാർബൺ ഉണ്ടാവും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിൻ്റെ നിറം. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ നിറം ഏതാണ്, ബ്ലാക്ക് കളറാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്ത് മെഷീനിൽ ലീഡ് സ്ക്രൂവിൻ്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം ഏതാണ്, ടംബ്ലർ ഗിയർ മെക്കാനിസമാണ് അത് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ ലീഡ് പിച്ചിൻ്റെ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലീഡ് എന്ന് പറയുന്നത് പിച്ചിൻ്റെ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും കഴിഞ്ഞാൽ തുല്യമായിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈൽഡ് സ്റ്റീൽ മുറിക്കുന്നതിനുള്ള ചിസലിൻ്റെ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 55 ഡിഗ്രിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ടാപ്പറിൻ്റെ പിന്നിൻ്റെ ടാപ്പർ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ടാപ്പറിന് എത്രയാണ്, 1:50 ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിന്നിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്, 231 ഡിഗ്രി. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയത്തിൻ്റെ ഒരു അയിരാണ് ഡാഷ്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോക്കി പുള്ളിയുടെ ഉപയോഗം. ജോക്കി പുള്ളി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ബെൽറ്റിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഏതാണ്, ബെൽറ്റിൻ്റെ ശരിയായ ടെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയിൻ പൈപ്പ് റേഞ്ച് ഉപയോഗിക്കുന്നത് ഡാഷ്. അതായത് ചെയിൻ പൈപ്പ് റേഞ്ച് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മില്ലിമീറ്റർ മുതൽ 150 മില്ലിമീറ്റർ വരെയുള്ള പൈപ്പുകൾ ഫിറ്റ് ചെയ്യാനോ അഴിക്കാനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ പൈപ്പ് റേഞ്ച് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് ക്ലാമ്പ് ഉപയോഗിക്കുന്നത് ഡാഷ്. വൈസ് ക്ലാമ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത ജോബിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വൈസ് ക്ലാമ്പ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കിംഗ് ഉപയോഗിക്കുന്ന റെഫറൻസ് സർഫസ് ഏതാണ്. നമ്മൾ മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന റെഫറൻസ് സർഫസ് എവിടെ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് പ്ലേറ്റ് തൊട്ടാണ് മാർക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രില്ലിൻ്റെ മോസ്റ്റ് ടാപ്പർ നമ്പർ ഡാഷ്. അതായത് ഡ്രില്ലിൻ്റെ മോസ്റ്റ് ടാപ്പർ നമ്പർ ഏത് മുതൽ ഏത് വരയ്ക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. MT1 മുതൽ MT5 വരയ്ക്കായിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ.